ബാക്ക് ടു അവർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റേണിറ്റി എന്ന് പറയുന്ന ലെസണിനെ കുറിച്ച് പഠിച്ചു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മിഖാലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചും മിഖാലിയുടെ യങ്ങർ ബ്രദറിനെ കുറിച്ചും മിഖാലി ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന മിഖാലിയുടെ അവസ്ഥയെക്കുറിച്ചും അതോടൊപ്പം തൻ്റെ യങ്ങർ ബ്രദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഒരു 7 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ബാക്കി പാരഗ്രാഫും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിക്കാം. One day, unable to bear it further, Mikhali went to the other side of the place where the Anatolians were. They also had fled from the Turkish massacres in Asia Minor. Mikhali had been told that there was a nursing mother there who might take pity on his baby. So there he went, full of hope. One day, ഒരു ദിവസം, unable to bear it further, ഇനിയും ഇത് സഹിക്കാൻ കഴിയാതെ. എന്ത് സഹിക്കാൻ കഴിയാതെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് മിഖാലിയുടെ യങ്ങർ ബ്രദറിന്റെ കരച്ചിലും അതുകൊണ്ടുള്ള മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടും മിഖാലിക്ക് തന്നെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ തുടർന്നും സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം മിഖാലി എന്ത് ചെയ്തു? went to the other side of the place. മിഖാലി താമസിക്കുന്നത്, നമ്മൾ പറഞ്ഞു അർമേനിയൻ റെഫ്യൂജീസ് താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്നും മിഖാലി എന്ത് ചെയ്തു? അടുത്ത സ്ഥലത്തിലോട്ട് പോയി. എവിടെ? where the Anatolians were. നമ്മൾ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞാണ് 2 ക്യാമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അർമേനിയൻ ക്യാമ്പ്സും അനറ്റോളിയൻസിന്റെ ക്യാമ്പിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ മിഖാലി എന്താണ്? ഈ അർമേനിയൻ ക്യാമ്പ്സിൽ നിന്നും അർമേനിയൻ റെഫ്യൂജീസ് താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്നും അതിന്റെ അപ്പുറത്തെ സൈഡായ അനറ്റോളിയ എന്ന് പറയുന്ന പ്രദേശത്തെ ആൾക്കാർ താമസിക്കുന്ന ആ ക്യാമ്പിലോട്ട് ആര് പോകുന്നു? നമ്മുടെ മിഖാലി പോകുന്നു. They also had fled from the Turkish massacres in Asia Minor. ഈ അനറ്റോളിയൻസും എന്താണ്? തുർക്കികളുടെ ആക്രമണം സഹിക്കാൻ കഴിയാതെ ഈ എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് ഈ അനറ്റോളിയൻസ്. അവരും റെഫ്യൂജീസ് തന്നെയാണ്. മിഖാലി ഹാഡ് ബീൻ ടോൾഡ് ദാറ്റ്. മിഖാലിയോട് ആരോ പറഞ്ഞു, മിഖാലി എങ്ങനെയോ കേട്ടു അല്ലെങ്കിൽ അറിയാനിടയായി. എന്താണ്? there was a nursing mother. അവിടെ ഒരു നഴ്സിംഗ് മദർ ഉണ്ടെന്ന്. എവിടെ? നമ്മുടെ അനറ്റോളിയൻ റെഫ്യൂജി ക്യാമ്പിൽ ഒരു നഴ്സിംഗ് മദർ ഉണ്ടെന്ന് നമ്മുടെ മിഖാലി അറിയാനിടയായി. എന്താ നഴ്സിംഗ് മദർ എന്ന് പറഞ്ഞാൽ? ബ്രസ്റ്റ് ഫീഡിങ് മദർ എന്നർത്ഥം, മുലപ്പാൽ നൽകുന്ന അമ്മ. അപ്പൊ അങ്ങനെ ഒരു അനറ്റോളിയൻ ക്യാമ്പില് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മദർ ഉണ്ടെന്ന് നമ്മുടെ മിഖാലി എങ്ങനെയോ അറിയാനിടയായി. there who might take pity on his baby. ഒരു പക്ഷേ ഈ ലേഡി എന്താണ്? ആ നഴ്സിംഗ് മദർ ഒരു പക്ഷേ തൻ്റെ ബ്രദറിനോട് കരുണ കാണിച്ചാലോ എന്നുള്ള ചിന്തയിലാണ് മിഖാലി എങ്ങോട്ട് പോയത്? അനറ്റോളിയൻ ക്യാമ്പിലോട്ട് പോയത്. അർമേനിയൻ ക്യാമ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവിടെയുള്ള സ്ത്രീകൾ എങ്ങനെയും ഈ കുഞ്ഞൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ മിഖാലിക്ക് തൻ്റെ ബ്രദറിനെ അങ്ങനെ മരിക്കാൻ വിടാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്? തൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് മറ്റൊരു ക്യാമ്പിലോട്ട്, അനറ്റോളിയൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ക്യാമ്പിലോട്ട് മിഖാലി പോവുകയാണ്. എന്തിനു പോയി? അവിടെ ഒരു നഴ്സിംഗ് മദർ ഉണ്ടെന്ന് കേൾക്കാനിടയാവുകയും തൻ്റെ യങ്ങർ ബ്രദറിന്റെ വിശപ്പ് മാറ്റാനായിട്ട് അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. സോ there he went full of hope. അപ്പൊ ഈ കാര്യം കേട്ടത് കൊണ്ട്, അവിടെ ആ അനറ്റോളിയൻ ക്യാമ്പിൽ ഒരു നഴ്സിംഗ് മദർ ഉണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ മിഖാലി എന്ത് ചെയ്തു? അനറ്റോളിയൻസ് റെഫ്യൂജീസ് താമസിക്കുന്ന ആ ക്യാമ്പിലോട്ട് പോകുന്നു. എങ്ങനെ? ഫുൾ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയോടുകൂടി, ഒത്തിരി പ്രതീക്ഷയോടുകൂടി. ടു ഹെൽപ്പ് ഹിസ് യങ്ങർ ബ്രദർ, അവൻ്റെ യങ്ങർ ബ്രദറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അവൻ്റെ യങ്ങർ ബ്രദറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവന് ആവശ്യമുള്ള കുറച്ച് ഫുഡ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആ നഴ്സിംഗ് മദർ തൻ്റെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ മിഖാലി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്ഥലം മാറ്റി പറയുകയാണ്. അർമേനിയൻ ക്യാമ്പിൽ നിന്നും നമ്മുടെ മിഖാലി എങ്ങോട്ട് പോവുകയാണ്? അനറ്റോളിയൻസ് താമസിക്കുന്ന ക്യാമ്പിലോട്ട് പോവുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് 8 ക്വസ്റ്റ്യൻ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് മെയ്ഡ് മിഖാലി ഗോ ടു ദ ക്യാമ്പ് ഓഫ് ദ അനറ്റോളിയൻസ്? അനറ്റോളിയൻസ് താമസിക്കുന്ന ആ ക്യാമ്പിൽ മിഖാലി പോകാനിടയായത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് മിഖാലി അങ്ങോട്ട് പോയത്? എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ടു ഗെറ്റ് സം ഫുഡ് ഫോർ ഹിസ് യങ്ങർ ബ്രദർ. നമുക്കത് ആൻസർ ക്ലിയർ ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് ആൻസർ നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്, ഒരു കുഞ്ഞു പാരഗ്രാഫ്. എന്താണ്? The camp was like his, the same misery.
Old women were crouched on pallets on the ground. Barefooted, children played about in pools of dirty water. നോക്കിക്കോളൂ, the camp was like his. There, ഇവിടെ there എന്ന് പറയുന്ന ആരാണ്? TCIR there. അവരുടെ മീൻസ് അനറ്റോളിയൻസിന്റെ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ്. അവന്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു. ലൈക്ക് ഹിസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? അർമേനിയൻസിന്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു അനറ്റോളിയൻസിന്റെ ക്യാമ്പ്. എന്താണ് പ്രത്യേകത? ദ സെയിം മിസറി, ഒരേ യാതന. അർമേനിയൻ ക്യാമ്പിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നേരെ താമസിക്കാൻ സൗകര്യമില്ല, നേരെ ഫുഡില്ലാത്ത അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതേ അവസ്ഥ, അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എവിടെയും ഉള്ളത്, അനറ്റോളിയൻ ക്യാമ്പിലും ഉള്ളതെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ മിഖാലിക്ക് മനസ്സിലായി. Old women were crouched on pallets on the ground. Old women, വയസ്സായ സ്ത്രീകള്, പ്രായം ചെന്ന സ്ത്രീകള്, crouched, അവരിങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ പാലറ്റ്സ് മീൻസ് വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കി കിടക്കുക എന്നാണ് അർത്ഥം. പാലറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ വൈക്കോലൊക്കെ വിരിച്ചിട്ട്, വൈക്കോല് കൊണ്ടുള്ള കിടക്ക എന്ന് പറയുമ്പോൾ അത്ര ലാവിഷായിട്ടുള്ള കിടക്കയെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വൈക്കോലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒരു കിടക്കയാക്കി അവിടെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ. ബെയർ ഫൂട്ടഡ് ചിൽഡ്രൻ, ബെയർ മീൻസ് ഇല്ലാത്ത, നഗ്നമായ, ബെയർ ഫൂട്ടഡ് മീൻസ് ചെരുപ്പിടാത്ത, ചെരുപ്പൊന്നും ഇല്ലാത്ത ആ കുട്ടികൾ, ചിൽഡ്രൻ, പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ. ഡേർട്ടി മീൻസ് മലിനമായ വെള്ളം നിറഞ്ഞ പൂൾസിൽ അവിടെയുള്ള കുട്ടികൾ എന്താണ്, ചെരുപ്പ് പോലും ഇടാതെ അവിടെ കളിക്കുകയാണ്. കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെന്താണ്, അവരുടെ എങ്ങനെയും അവർക്ക് സമയം പോകണം. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരെന്താണ്, ഡേർട്ടി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് പോലും അവിടെ നിന്ന് തന്നെ അവര് കളിക്കുകയാണ്, ചെരുപ്പ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർമേനിയൻ ക്യാമ്പിൽ അതേ അവസ്ഥകൾ, അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ ക്യാമ്പിലും ഉള്ളതെന്നാണ് നമുക്ക് ഈ പാരഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതിലോട്ട് പോവാം. As he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. നോക്കിക്കോളൂ, as he approached, അവൻ എത്തിച്ചേർന്നപ്പോൾ, as he approached, ആരാണ് ഹി എന്ന് പറയുന്നത്? നമ്മുടെ മിഖായിൽ. Several old women rose to ask what he wanted. Several old women, ധാരാളം സ്ത്രീകള്, അല്ലെങ്കിൽ ചില സ്ത്രീകള്, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില സ്ത്രീകള്, വയസ്സായ സ്ത്രീകള്, റോസ് ടു ആസ്ക് വാട്ട് ഹി വാണ്ടഡ്, അവൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു. ബട്ട് ഹി വാക്ക്ഡ് ഓൺ, പക്ഷെ അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഹി വാക്ക്ഡ് ഓൺ, ഹി കണ്ടിന്യൂ ടു വാക്ക്, അവൻ നടന്നുകൊണ്ടേയിരുന്നു. ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെന്റ്. ആൻഡ് ഹി സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെന്റ്. അവൻ എന്താണ്, ഒരു ടെന്റിന്റെ ഫ്രണ്ടിലാണ് അവസാനം ചെന്ന് നിന്നത്. അതുവരെയും അവൻ നടന്നുകൊണ്ടേയിരുന്നു. ആരുടെ ചോദ്യത്തിന് മറുപടി ഒന്നും നൽകിയില്ല, അവൻ നടന്നുകൊണ്ടേയിരുന്നു. അവൻ എന്താണ് ആവശ്യം? ആ നഴ്സിംഗ് മദറിനെ കണ്ടെത്തണം, അതാണ് അവന്റെ ആവശ്യം. അവൻ എന്താണ് വേണ്ടതെന്ന് അവൻ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ചോദ്യത്തിനൊന്നും അവൻ ഉത്തരം നൽകാൻ നിൽക്കുന്നില്ല. From the interior of the tent, interior means inner part, ആ ടെന്റിന്റെ ഉൾഭാഗത്ത് നിന്നും, ഇൻസൈഡ് എന്നുള്ള അർത്ഥം, ആ ടെന്റിന്റെ ഉൾഭാഗത്ത് നിന്നും came the sound of a wailing infant. Wailing, wail എന്ന് പറയുന്ന വേർഡ് നമ്മൾ നേരത്തെയും ഈ ലെസണിൽ പറഞ്ഞതാണ്. wail means cry, wailing means crying. infant നമ്മൾ പറഞ്ഞു ബേബി, സ്മോൾ ചൈൽഡ് എന്നർത്ഥം. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ, ഒരു ചൈൽഡിന്റെ കരച്ചിൽ ആ ടെന്റിൽ നിന്നും അവൻ കേട്ടു. അവിടെ എത്തിയപ്പോൾ മാത്രമാണ് അവൻ നിന്നത്. അപ്പൊ എന്താണ്, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ നഴ്സിംഗ് മദർ ഉണ്ടാവുക എന്ന് അവന് ചിന്തിക്കാം. അത്രയും പ്രായമായൊരു കുട്ടിയാണ് മിഖാലി. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴും എന്ത് ചെയ്തു, ആരോടും ഒന്നും പറയാതെ തന്നെ, അല്ലെങ്കിൽ ആരുടെയും നിർദ്ദേശമില്ലാതെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മിഖാലി അവിടെ നിന്നു. Have pity on this poor orphan and give him a little milk. I am a poor Armenian, he said in Greek. Have pity on this poor orphan. ഈ അനാഥനായ ഈ കുട്ടിയുടെ, orphan means അനാഥനായ, അത് നോക്കാനില്ലാത്ത, അല്ലെങ്കിൽ അമ്മയില്ലാത്ത ഈ കുട്ടിയോട് ദയവ് തോന്നിയാലും, ആൻഡ് ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക്, അവൻ ഇത്തിരി പാല് നൽകിയാലും. അവൻ അങ്ങനെ എന്താണ്, ഐ എം എ പുവർ അർമേനിയൻ, ഞാനൊരു പാവം അർമേനിയക്കാരനാണ്. ഹി സെഡ് ഇൻ ഗ്രീക്ക്, ഗ്രീക്ക് ഭാഷയിൽ അവൻ ഇത് അവരോട് പറഞ്ഞു. ഗ്രീക്ക് റൈറ്ററാണ് നമ്മുടെ ലിലിഗാനാക്കോസ് എന്ന് പറഞ്ഞു. ഇത് ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ ഗ്രീക്കിൽ അവൻ പറയുന്നതായിട്ട് ഇവിടെ പറയാണ്, ഗ്രീക്ക് ഭാഷയിൽ അവൻ പറയാണ്, ഈ കുഞ്ഞിന് കുറച്ച് പാല് നൽകിയാലും, ദയവ് തോന്നി കുഞ്ഞിന് ഇത്തിരി പാല് കൊടുക്കൂ എന്നവൻ
ആവശ്യപ്പെട്ടു. At this appeal, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast, its eyes half closed. At his appeal, at this request, appeal means request, ഈ അപേക്ഷ കേട്ടപ്പോൾ a lovely dark woman appeared. A woman with dark color appeared. ഒരു dark lady, ഒരു എന്താണ് അത്ര നിറമൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീ അവിടെ വന്നു. ബട്ട് ലവ്ലി, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ വന്നു. She held in her arms an infant. അവളുടെ കയ്യിൽ എന്തുണ്ട്? ആ ലേഡിയുടെ കയ്യിൽ എന്തുണ്ട്? an infant. Infant means baby എന്ന് പറഞ്ഞു. child. Blissfully sucking. ആ കുട്ടി എന്ത് ചെയ്യാണ്? blissfully sucking. വളരെ തൃപ്തിയോടെ അവൻ എന്താണ്? sucking, വലിച്ചു കുടിക്കുകയാണ്. the maternal breast. അവന്റെ അമ്മയുടെ പാല് അവൻ ഇങ്ങനെ കുടിക്കുകയാണ്. its eyes half closed. ആ സന്തോഷത്തോടെ, ആ സംതൃപ്തിയോടെ അവന്റെ കണ്ണുകൾ എന്താണ്? പകുതി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നഴ്സിംഗ് മദറിനെ അന്വേഷിച്ചാണ് മിഖാലി വന്നത്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് അവൻ ആ ക്യാമ്പ് ടെന്റിന്റെ മുന്നിൽ നിൽക്കുന്നു. അവിടെ നഴ്സിംഗ് മദർ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, അവനെ അവിടെ എത്തിയപ്പോൾ ഒരു നഴ്സിംഗ് മദർ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ മദറിനോട് അവൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. Let's see the kid. Is it a boy or a girl? Let's see the kid. അപ്പോൾ നമ്മുടെ എന്താണ് മിഖാലി അത് റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേനും ഈ ലേഡി എന്ത് ചോദിക്കുകയാണ്? ലെറ്റ്സ് സീ ദ കിഡ്. ഈ കിഡ് മീൻസ് കുട്ടി. ഈ കുട്ടിയെ ഒന്ന് കാണിക്കൂ. ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? ഇതൊരു ബോയ് ആണോ അതോ ഗേൾ ആണോ, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ആ നഴ്സിംഗ് മദർ മിഖാലിയോട് ചോദിക്കുകയാണ്. Mikhali's heart trembled with joy. Several neighbors had come closer to see, and they helped him to take from her shoulders the sack where the baby brother was held. With curiosity, they leaned over. He drew back the cover. See, Mikhali's heart trembled with joy, with full of happiness. Mikhali's heart trembled. സന്തോഷം കൊണ്ട് മിഖാലിയുടെ ഹൃദയം എന്താണ് വിറയ്ക്കാൻ തുടങ്ങി. അവന് വളരെയധികം സന്തോഷമായി. അവൻ എന്താണ് തൻ്റെ ബ്രദറിനെ സഹായിക്കാനായിട്ട്, അവന് കുറച്ച് ഫുഡ് വാങ്ങി കൊടുക്കാനായിട്ടാണ് അവൻ വന്നത്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് മദറിനെ കണ്ടെത്താനായിട്ടാണ് അവൻ വന്നത്. അവനത് കണ്ടു. അപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അത് കേട്ടപ്പോൾ മിഖാലിക്ക് വളരെയധികം സന്തോഷം തോന്നി. സെവറൽ നൈബേഴ്സ് ഹാഡ് കെയിം ക്ലോസർ ടു സീ. ധാരാളം എന്താണ് നെയ്ബേഴ്സ്, അവിടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കാണാനായിട്ട് വന്നു. And they helped him to take from his shoulders the sack. അവന്റെ പുറകിലുള്ള ആ സാക്ക്, ആ സഞ്ചി, അത് എടുക്കുന്നതിനായിട്ട് അവരെ സഹായിച്ചു. എന്തിനാ ആ സഞ്ചി എടുക്കുന്നത്? where the baby brother was held. അവിടെയാണ് അവന്റെ ബേബി ബ്രദർ, അവന്റെ കുഞ്ഞനുജനെ ആ സാക്കിലാണ്, ആ സഞ്ചിയിലാണ് വെച്ചിട്ടുള്ളത്, ആ തുണി സഞ്ചിയിൽ. അപ്പൊ അത് എടുക്കുന്നതിനായിട്ട് ആ ചുറ്റുമുള്ള ആൾക്കാർ അവനെ സഹായിക്കുകയും ചെയ്തു. With curiosity, they leaned over. ഈ കുഞ്ഞിനെ കാണാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് അവർ എന്ത് ചെയ്തു? ഇങ്ങനെ എത്തി നോക്കുകയാണ്. He drew back the cover. Cover means ആ പൊതി, ആ ഒരു തന്റെ ബ്രദറിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുള്ള ആ എന്ത് ചെയ്യുന്നു, ആ കവർ അവൻ അവരുടെ മുന്നിലേക്ക് നീട്ടി. The women gave vent to various cries of horror. The child had no longer anything human about it. The head had become enormous, and the body of incredible thinness was all shriveled up, as until then it had sucked only its thumb. It was all swollen. It was dreadful to see. Mikhali himself drew back in fright. എന്താ സംഭവിച്ചത് നോക്കാം. The women gave vent to various cries of horror. Horror means പേടി. പേടി കൊണ്ടുള്ള എന്തൊക്കെയോ ശബ്ദങ്ങൾ ആ സ്ത്രീകള് പുറപ്പെടുവിക്കാൻ തുടങ്ങി. ആ നഴ്സിംഗ് മദറും അതുപോലെ മിഖാലിയുടെ ബ്രദറിനെ കാണാനായിട്ട്, അല്ലെങ്കിൽ മിഖാലിയെ സഹായിക്കാനായിട്ട് ചുറ്റും കൂടിയ, അല്ലെങ്കിൽ മിഖാലിയുടെ ബ്രദറിനെ കാണാനായിട്ട് ചുറ്റും കൂടിയ ബാക്കി സ്ത്രീകൾ എന്താണ് പേടിച്ച് ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാ പേടിച്ചത്? The child had no longer anything human about it. മാനുഷികം എന്ന് പറയാനായിട്ട്, മനുഷ്യന്റെ രൂപം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ നമുക്ക് നോക്കാം. The head had become enormous. Enormous means huge. അവരുടെ തല എന്തായിരുന്നു? വളരെ വലുതായിരുന്നു. And the body. ഈ ബോഡിയെ കുറിച്ച് പറയാനാണെങ്കിലോ of an incredible thinness. Incredible means അവിശ്വസനീയമായ രീതിയിൽ, ബിയോണ്ട് ബിലീഫ്, അവർ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ
വളരെ തിന്നായിപ്പോയി ആ ബോഡി. അപ്പോൾ അവൻ്റെ തല വളരെ വലുതും ആ ബോഡി വളരെ തിന്നായിട്ടും കാണപ്പെട്ടു. കാരണം എന്തായിരിക്കും, കുറേ ദിവസമായിട്ട് ജനിച്ചത് മുതൽ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വിശന്ന്. അപ്പോൾ ഭക്ഷണം കഴിക്കാത്തത് കാരണം അവൻ്റെ ബോഡി വളരെ വീക്കായിപ്പോയി, വളരെ തിന്നായിപ്പോയി. ഓൾ ഷ്രിവൽഡ് അപ്പ്, അതെല്ലാം ഇങ്ങനെ ചുരുങ്ങി, സ്കിന്നൊക്കെ ഇങ്ങനെ ചുരുങ്ങി ആകെ ഒരു വികൃതമായ രൂപമായിട്ട് ആ കുഞ്ഞ് മാറിക്കഴിഞ്ഞു. As until then it had sucked only its thumb. ആ സമയം വരെ ആ കുഞ്ഞ് എന്താണ്, അതിൻ്റെ അതിൻ്റെ തള്ള വിരൽ മാത്രമാണ് ഇങ്ങനെ വായിൽ ഉണ്ടായിരുന്നത്, അത് മാത്രമാണ് അവനിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നത്, സക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് ഓൾ സ്വളൻ. അപ്പോൾ ആ വിരൽ എന്താണ്, അവനിങ്ങനെ സക്ക് ചെയ്ത് ആ വിരൽ എന്ത് ചെയ്തു, വീർത്ത് വന്നിരിക്കുകയാണ്. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. ഡ്രെഡ്ഫുൾ മീൻസ് വെരി ഫിയർഫുൾ. വളരെ വളരെ പേടി തോന്നിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ രൂപം. മിഖാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. ഈ രൂപം കണ്ടപ്പോൾ നമ്മുടെ മിഖാലി പോലും പേടിച്ച് പുറകോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ സ്വന്തം ബ്രദറിന്റെ അവസ്ഥ കണ്ടിട്ട് മിഖാലി പോലും പേടിച്ച് പുറകിലോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതെങ്കിൽ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർ പേടി കൊണ്ട് എന്ത് ചെയ്തത്, ശബ്ദങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം അത്രയും ഭയാനകമായ പേടി കൊണ്ട്, പേടിയല്ല, വിശപ്പ് കൊണ്ട് അത്രയും ഭയാനകമായ ഒരു അവസ്ഥയിലോട്ട് മിഖാലിയുടെ ബ്രദർ എത്തി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് രാവിലെ മുതൽ രാത്രി വരെ മിഖാലിയുടെ ബ്രദർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവൻ്റെ ബോഡി പോലും, അവൻ്റെ ആ രൂപം കാണുമ്പോൾ പോലും അവൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായി. All of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child, still wailing in its hunger. All of them together chased him away. എല്ലാവരും ഒരുമിച്ച് ചേസ്ഡ് ഹിം അവേ, അവൻ അവിടെ നിന്നും ഓടിച്ചു. അപ്പൊ നോക്കിയോ, അർമേനിയൻ ക്യാമ്പിലെ സ്ത്രീകളും അവനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവൻ അനറ്റോളിയൻ ക്യാമ്പിൽ എത്തിയപ്പോഴും അവിടെയും അവൻ അതേ അവസ്ഥയാണ്. അവിടെയുള്ള സ്ത്രീകളും അവനെ ഓടിക്കാനായിട്ട് ശ്രമിച്ചു. ത്രെട്ടനിങ്, വെറുതെ അല്ല, അവനെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കാനായിട്ട് അവൻ ശ്രമിച്ചു. His eyes filled with tears. പാവം നമ്മുടെ മിഖാലിയുടെ കണ്ണുകൾ എന്താണ്, വിഷമം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. He went off. അവൻ അവിടെ നിന്ന് പോയി. വേറെ ഒന്നും അവന് ചെയ്യാനില്ല. വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവരോട് പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ പേടിച്ച് അവിടെ നിന്ന് പോയി. Bearing the little child, still wailing in its hunger. ഇപ്പോഴും അവന്റെ കയ്യിൽ എന്തുണ്ട്, ആ കുഞ്ഞ്, അവന്റെ ബ്രദർ ഇരിപ്പുണ്ട്, വെയിലിംഗ്. ഇപ്പോഴും ആ കുഞ്ഞ് കരയാണ്. എന്തുകൊണ്ട്, in its hunger, വിശപ്പ് കാരണം ഇപ്പോഴും അവന്റെ ബ്രദർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുഞ്ഞല്ലേ, അതിനറിയില്ല തന്റെ സഹോദരൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഹെൽപ്പ് കിട്ടാത്തതാണ് ഒന്നും ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞിങ്ങനെ വിശപ്പ് കൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. There was nothing to be done. The child was condemned to die of hunger. Mikhali felt himself immensely alone and lost. A chill ran up his spine at the thought that he was carrying such an unlucky child. He slumped down in the shadow of a shed. It was still very warm. There was nothing to be done. ഇനി ചെയ്യാനൊന്നുമില്ല. മിഖാലിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവന് ചെയ്യാനായിട്ടൊന്നുമില്ല. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവന്റെ പ്രായം അനുസരിച്ച് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്യാൻ ശ്രമിച്ചു. ഇനി ഒന്നും അവന് ചെയ്യാനില്ല. The child was condemned to die of hunger. Condemned means forced or compelled. വിധിക്കപ്പെട്ടു, എന്താണ്, പട്ടിണി കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടു എന്നങ്ങ് കരുതാം. മിഖാലി felt himself immensely alone and lost. ഈ ലോകത്ത് ആകെ ഒറ്റപ്പെട്ടതുപോലെ, ആകെ വിഷമിച്ചൊരവസ്ഥ മിഖാലിക്ക് തോന്നി. കാരണം സഹായിക്കാൻ ആരുമില്ല, അമ്മയില്ല, അച്ഛനെ കുറിച്ച് പറയുന്നില്ല ഈ ലെസണിനകത്ത്. ആ ഒരു അവസ്ഥയിൽ അർമേനിയൻ ക്യാമ്പിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും എന്താണ്, അനറ്റോളിയൻ ക്യാമ്പിൽ ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു വന്നപ്പോൾ അവിടെയും അവനെ അവിടെ ഉള്ളവർ കൈയൊഴിഞ്ഞു. അപ്പോൾ ആകെ ഈ ലോകത്ത് ആരുമില്ല, തനിച്ചായി പോയി എന്നൊരു ഫീല് നമ്മുടെ മിഖാലിക്ക് തോന്നുവാണ്. A chill ran up his spine and he thought he was carrying such an unlucky child. A chill ran up, എന്നൊരു chill, ഒരു കോൾനെസ്, ഒരു തണുപ്പ് അവൻ്റെ ran up his spine, അവൻ്റെ സ്പൈനിലൂടെ, അവൻ്റെ നട്ടലിലൂടെ എന്തോ ഒരു തണുപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവന് തോന്നി. At the thought that he was carrying, എന്ത് ചിന്തിച്ചപ്പോൾ അവൻ എന്താണ്, അവൻ വഹിക്കുകയാണ് എന്ത്, such an unlucky child. ഇതുപോലുള്ള നിർഭാഗ്യം ബാധിച്ച ഒരു കുട്ടിയെ താൻ
തൻ്റെ കൈകളിൽ വഹിക്കുന്നു എന്ന് ഓർത്തപ്പോൾ മിഖാലി എന്താണ്, അവൻ്റെ നട്ടലിലൂടെ എന്തോ ഒരു തണുപ്പ് പാസ് ചെയ്ത് പോകുന്നത് പോലെ മിഖാലിക്ക് തോന്നി. അതായത് ആകെ ഒരു പേടി, ഈ ലോകത്ത് അവൻ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ ഒരു ഫീല് മിഖാലിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ലക്കി ചൈൽഡ് എന്ന് പറഞ്ഞത്? നമ്മൾ കണ്ടു, ആ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടെ തന്നെ അവൻ്റെ അമ്മ മരിച്ചു. വിശപ്പ് മാറ്റാനുള്ള അവസരമൊന്നും കിട്ടുന്നില്ല. അർമേനിയൻ ക്യാമ്പിലോ അനറ്റോളിയൻ ക്യാമ്പിലോ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവുന്നില്ല. അപ്പം അത്രയും അൺലക്കി ആയിട്ടുള്ളൊരു കുട്ടി, വിശപ്പ് കാരണം അവൻ്റെ രൂപം പോലും മാറിപ്പോയി, മറ്റുള്ളവർക്ക് പേടി തോന്നുന്ന ഒരു രൂപം പോലും ആയി മാറി ആ കുഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു അൺലക്കി ചൈൽഡ്. അതുപോലൊരു അൺലക്കി ചൈൽഡിനെ തൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ചൈൽഡ് ഇരിക്കുകയാണെന്ന് ചിന്തിച്ചപ്പോൾ മിഖാലിക്ക് തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. He slumped down in the shadow of a shed. Slumped means തളർന്ന്, സ്തംഭിച്ച്. ആ ഷെഡിൻ്റെ ഷാഡോ, നിഴലിൽ, തണലിൽ അവനിങ്ങനെ ക്ഷീണിച്ച് അല്ലെങ്കിൽ എന്താണ് തളർന്നിങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം. അങ്ങനെ വളരെ ചൂട് തോന്നുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ചൊരവസ്ഥയിൽ അവനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അർമേനിയൻ ക്യാമ്പിൽ മാത്രമല്ല, അനറ്റോളിയൻ ക്യാമ്പിലെ സ്ത്രീകളും അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എൻ്റെ എങ്ങനെ ബ്രദറിനെ എന്താണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരും അനറ്റോളിയൻ ക്യാമ്പിലുള്ളവരും തയ്യാറാകുന്നില്ല. അതൊക്കെയാണ് ഇത്രയും പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് 9th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അതൊരു ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മിഖാലി ഡിഡ് നോട്ട് സ്റ്റോപ്പ് വെൻ ദ ഓൾഡ് വിമൻ റോസ് ടു ആസ്ക് ഹിം വാട്ട് ഹി വാണ്ടഡ് ബിക്കോസ്. ഓൾഡ് വിമൻ അനറ്റോളിയൻ ക്യാമ്പിലോട്ട് പോകുമ്പോൾ ചില വയസ്സായ സ്ത്രീകൾ അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മിഖാലി ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തുന്നു കേട്ടോ. അത് എത്രയാണ്? വൈ വാസ് മിഖാലി ഹാപ്പി? എന്തുകൊണ്ടാണ് മിഖാലി സന്തോഷവാനായി മാറിയത്? എന്തുകൊണ്ടാണ് നഴ്സിംഗ് മദർ അവിടെ ഉണ്ടെന്ന് അവൻ കണ്ടെത്തി. അതുകൊണ്ടാണ് മിഖാലിക്ക് സന്തോഷം തോന്നിയത്. അപ്പോൾ അതിൻ്റെ ആൻസറും നമ്മൾ ഇന്ന് പഠിച്ച പാരഗ്രാഫിലുണ്ട്, കണ്ടെത്തുക. വൈ ഡിഡ് ദ വിമൻ ഗീവ് വെന്റ് ടു ക്രൈസ് ഓഫ് ഹൊറർ? ആ സ്ത്രീകൾ, അനറ്റോളിയൻ ക്യാമ്പിലെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിയത്? അതിൻ്റെ ആൻസറും നമ്മൾ ഇന്ന് പഠിച്ച പോർഷനകത്ത് വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ കണ്ടെത്തി സ്വന്തമായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.